വർക്ക്ഷോപ്പിലേക്ക് പോകണമെന്ന് പറഞ്ഞാണ് അഫാൻ ഓട്ടോറിക്ഷയിൽ കയറിയതെന്ന് വെഞ്ഞാറമൂട് കൊലക്കേസിലെ പ്രധാന സാക്ഷിയായ ഓട്ടോ ഡ്രൈവർ ശ്രീജിത്ത് സ്റ്റേഷനിലേക്ക് പോയ കാര്യം പോലീസ് വിളിച്ചപ്പോഴാണ് അറിഞ്ഞത്. ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞപ്പോൾ അഫ്സാൻ മന്തി വാങ്ങാൻ പോയതും തന്റെ ഓട്ടോയിലായിരുന്നുവെന്ന് ശ്രീജിത്ത് മീഡിയ വണ്ണിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ കൂടെ പോയ ഓട്ടോയിലെ ഡ്രൈവറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീജിത്താണ് ചേരുന്നത്. അദ്ദേഹത്തോട് ഇതിനെ കാര്യങ്ങൾ ചോദിക്കാം. എപ്പോഴായിരുന്നു ഈ ഓട്ടോറിക്ഷയിലേക്ക് കയറാൻ? ഒരു 6:10 സമയത്താണ് പുള്ളി എന്നെ ഓട്ടം വിളിക്കുന്നത്. ഓട്ടം വിളിച്ചിട്ട് എന്താ പറഞ്ഞാൽ അപ്പുറത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. പുള്ളി ആ ബൈക്കിരുന്ന് അവിടെയാണ് ഇരുന്നത്. അപ്പോൾ അവിടെ നിന്നത് എന്താ പറഞ്ഞാൽ വെഞ്ഞാറോട് വരെ പോകണം, വർക്ക്ഷോപ്പ് വരെ പോകണം എന്നാണ് പറഞ്ഞത്. വണ്ടി സ്റ്റാർട്ട് ആവണില്ല, വർക്ക്ഷോപ്പിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടി കയറിയപ്പോൾ പുള്ളിക്കാരൻ്റെ ചോദിക്കുകയും ചെയ്ത്, പുതിയ വണ്ടിയല്ലടാ, എഞ്ചിൻ വാറണ്ടി ഉള്ളതല്ലേ, നീ ലോക്കൽ വർക്ക്ഷോപ്പിൽ കയറിയ വാറണ്ടി കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞാൽ അത്യാവശ്യം ഇന്ന് റെഡിയാക്കിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്രയുടെ ചെന്ന് ഞാൻ ചോദിച്ചു ഇവിടെ തന്നെ എന്ന് വെച്ചാൽ പറഞ്ഞു. പുള്ളി പറഞ്ഞ് അല്ല, എനിക്ക് എൻട്രിച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്റ്റേഷൻ്റെ അവിടെ ഒരു കടയുണ്ട്, അപ്പോൾ അവിടെ അങ്ങോട്ട് ആക്കി തരുമെന്ന് ചോദിച്ചു. ഞാൻ അവിടെ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അവിടെ ആക്കി ഞാൻ പൈസ വാങ്ങിച്ച് ഇവിടെ വന്നപ്പോഴാണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. അതായത് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞല്ല നമ്മുടെ അല്ലല്ല, വർക്ക്ഷോപ്പിൽ പോകണമെന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി കയറി. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഇവിടെ കൊണ്ടാക്കി ഞാൻ സ്റ്റാൻഡ് വണ്ടി ഇട്ടപ്പോഴാണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഈ പുള്ളി അറിയാമെന്ന് വെച്ചാൽ അറിയാം, അഫാനാണ്, അഫാൻ്റെ ഉമ്മാരെ നമ്പറാണിത്, സേവാണ്, എൻ്റെ സേവ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് പുള്ളി എങ്ങനെയാണ് മാനസിക പ്രശ്നം? ഞാൻ മാനസിക പ്രശ്നമൊന്നുമില്ല, മദ്യപിക്കുക അങ്ങനെ ലഹരി അങ്ങനെ. ഞാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നും കുഴപ്പമില്ല സാറേ, അവൻ വേറെ പ്രശ്നമൊന്നുമുള്ളതല്ല. അപ്പോൾ ഈ പുള്ളി ഇവിടെ വിഷം അടിച്ചെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന എലിവേഷൻ നിന്നു പുള്ളി അമ്മയ്ക്ക് കൊടുത്തെന്നൊക്കെ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു അല്ല, ഞാൻ എന്നാൽ ഫോൺ കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുക്കാം, അവൻ്റെ ഉമ്മാരെ കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആൾറെഡി 2 പോലീസ് സാർ അവിടെ ഉണ്ടായിരുന്നു, എസ് ഐയും വേറെ സാറും ഉണ്ടായിരുന്നു, 2 സാറന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫോൺ വാങ്ങിച്ചിട്ട് എൻ്റെ ചോദിച്ച് ഇങ്ങനെയാണ് ഫോൺ വാങ്ങിച്ചിട്ട് ചോദിച്ചു ആരെന്ന് ചോദിച്ചു, എന്തെന്ന് വന്നെന്ന് എൻ്റെ ചോദിച്ചാൽ എന്ത് വന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റേഷനിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് അപ്പോൾ അവർ ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞ് നമ്മളിവിടെ ഉണ്ട്, എത്തി, നമ്മൾ നോക്കട്ടെ, അതിന് ശേഷമാണ് ഈ വീടൊക്കെ പൊളിക്കുന്നതും ബാക്കി സംഗതിയൊക്കെ അതിന് ശേഷമാണ് നടക്കണം. നേരത്തെ അറിയുന്ന ആളല്ലേ അഫാൻ? ഇങ്ങനെ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് കഴിഞ്ഞ ദിവസം വന്നപ്പോഴും? ഇല്ല, ഒരു ഫീലിംഗും ഇല്ല. അവൻ വേറെ പ്രശ്നമൊന്നുള്ള പയ്യനുമല്ല. ഇവിടെ ഇതുവരെ ഒരു പ്രശ്നം അവനുമായിട്ട് ഉണ്ടായിട്ടുമില്ല, ഒരു പരാതിയും നമ്മളൊന്നും കേട്ടിട്ടുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 3:10 സമയത്തിനാണ് അവൻ്റെ അനിയനും അവനും കൂടെ ഇവിടെ വരായിരുന്നു. ഇവിടെ വന്നിട്ടാണ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി വിളിച്ചായിരുന്നു. സ്റ്റാൻഡിൽ നിന്ന് വണ്ടി വിളിച്ച് അങ്ങോട്ട് മാറി നിന്നിട്ട് അവൻ്റെ അനിയനെയും കയറ്റി ഞാൻ വെഞ്ഞാറമൂട് സഹർമന്തിയിലാക്കി കൊടുത്തായിരുന്നു. മന്തി വാങ്ങാൻ പോയത് നിങ്ങളുടെ ഓട്ടോയിലാണ് പോയത്. അപ്പോൾ സ്റ്റാൻഡിൽ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വിളിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് വേണ്ട, അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ചേട്ടാ അങ്ങോട്ട് വന്നായി എന്ന് പറഞ്ഞു. അങ്ങനെ അവരാണ്ട് ആ വണ്ടി അടക്കണതിൻ്റെ അങ്ങോട്ടാണ് നിന്നിട്ട് ഞാൻ അവനെ കയറ്റി നേരെ സഹർമന്തി കൊണ്ടാക്കി. അവിടെ നിന്ന് 130 വണ്ടിക്കൂലി മാറ്റിക്കൊണ്ട് ഞാൻ തിരിച്ചു പോരുകയാണ് ചെയ്തത്. തിരിച്ചു വന്ന വണ്ടി അതാണെന്ന് എനിക്കറിയാം. ഓട്ടോ ഈ സാധാരണ നിങ്ങളുടെ ഒപ്പം സംസാരിക്കും പോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസവും അഫൻ സംസാരിച്ചേക്കുന്നത്? കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ എന്നും കാണുന്ന ഇതിൽ പോകുമ്പോൾ ചിരിച്ചുകൊണ്ടൊക്കെ പോകും. അങ്ങനെ വലുതായിട്ട് സംസാരമൊന്നുമില്ല. നമ്മൾ കാണുമ്പോൾ ചിരി അങ്ങനെ ഉള്ളതുകൊണ്ട് പിന്നെ ഓട്ടം വിളിക്കും, അങ്ങനെ ഉള്ളതൊക്കെ ഉള്ളൂ, വേറെ അല്ലാതൊന്നുമില്ല. ഈ ഓട്ടോ കയറിയിട്ട് മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടായിരുന്നു? ഇല്ല, ഓട്ടോ കയറിയിട്ട് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക. പുള്ളിക്ക് വിയർത്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു മദ്യത്തിൻ്റെ സ്മെല്ല് കണക്ക് എനിക്ക് അനുഭവപ്പെട്ടു. കുടിച്ചിട്ടുണ്ടെന്ന് അറിയാം, എനിക്ക് ചെറിയ സ്മെല്ല് കണക്ക് തോന്നിയാൽ വേറെ അല്ലാതെ എനിക്കൊന്നും തോന്നിയില്ല. സ്റ്റേഷനിലേക്ക് പോകണമെന്നല്ല, വർക്ക്ഷോപ്പിൽ പോകണമെന്നാണ് പറഞ്ഞത്. ചന്തേരെ അവിടുത്തെ വർക്ക്ഷോപ്പിൽ പോകണമെന്നാണ് പറഞ്ഞത്. അവിടെ ചെന്നപ്പോഴാണ് എൻട്രിച്ചിൻ്റെ അങ്ങോട്ട് ആക്കി കൊടുക്കാൻ പറഞ്ഞത്. കാര്യം അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഞെട്ടലായിപ്പോയി. എന്ന് വെച്ചാൽ കൊച്ചിനെ നമ്മൾ ഉച്ചയ്ക്ക് കൊണ്ടാക്കിയതല്ലേ, നമ്മൾ കൊണ്ടാക്കിയതും വൈകുന്നേരവും യവനെയും കൊണ്ടാക്കി നമ്മളെ വണ്ടിയിലായിരുന്നു പറഞ്ഞപ്പോൾ ഒരു ഞെട്ടലായിപ്പോയി. പെട്ടെന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ ഞാൻ ഇന്നലെ പോലും വണ്ടി ഓടിയാനോ എനിക്കൊന്നും തോന്നണില്ല. ഈ ഒട്ടും അപ്രതീക്ഷിതമായിട്ടായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഒരു പേടിയിൽ നിന്ന് ഇപ്പോൾ പോലും ഇദ്ദേഹവും മാറിയിട്ടില്ല. കാര്യം കഴിഞ്ഞ ആ സഹോദരൻ മന്തി വാങ്ങാൻ പോയതും ഇദ്ദേഹത്തിൻ്റെ ഓട്ടോയിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അദ്ദേഹത്തിന് ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം. കാര്യത്തിൽ നിന്ന് കാര്യം സ്ഥിരം കാണാറുള്ള ഒരാളാണ്, സ്വാഭാവികമായി വന്ന് വാഹനത്തിൽ കയറി എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.